നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അവിടെ കിടന്ന് മരിക്കുന്നതായിരുന്നു നല്ലത്. ഇനിയിപ്പോ എല്ലാവർക്കും ഇതൊരു പാട്ടായി. തക്ക സമയത്ത് ശ്യാമ വന്ന് രക്ഷിച്ചു, കൃത്യസമയത്ത് ഹോസ്പിറ്റലിലാക്കി. ഇല്ലെങ്കിൽ കാണായിരുന്നു അമ്മ അവിടെ കിടന്ന് മരിച്ചേനെ. അതെ, ഇതിനൊക്കെ നല്ലത് അവിടെ വീണപ്പോ തന്നെ ഈ തലവല്ല ഭിത്തിയിലൊടിച്ച് അങ്ങ് ഒടുങ്ങുന്നതായിരുന്നു. ഓമനിച്ച് ലാളിച്ച് വളർത്തിയ എന്റെ അഖിമാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പിന്നെ എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോ. ഇതോടെ അങ്ങ് തീരുന്നതായിരുന്നു നല്ലത്. ഇപ്പൊ ചിലർക്ക് ഇവിടെ ഒരു വീരപരിവേഷം കിട്ടി. അമ്മായി അമ്മയെ തക്ക സമയത്ത് വന്ന് രക്ഷിച്ചു. ഈ വീരത്വം കൊണ്ടൊന്നും എന്നോട് ചെയ്ത ദ്രോഹത്തിന് പരിഹാരം ആവില്ല, ഒരിക്കലും ആവില്ല. അത് മറക്കണ്ട. എന്റെ അഖി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അതിന് കാരണക്കാരായവരോടുള്ള ദേഷ്യം എന്റെ മനസ്സിൽ ഇരട്ടിച്ച് വരികയുള്ളൂ. ആരും അത് മറക്കണ്ട. അമ്മ, നാളെ റിയാലിറ്റി ഷോയുടെ സെക്കൻഡ് റൗണ്ട് മത്സരം. അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവണം. ആദ്യേട്ടാ, അരുണേട്ടാ, നിങ്ങളുടെ മനസ്സ് എന്നോടൊപ്പം ഉണ്ടാവണം. എടുത്തേ, മനസ്സുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവുമെന്നറിയാം. ഞാൻ പൊയ്ക്കോട്ടെ. വിഷമിക്കരുത്. ഇതൊന്നും നിന്റെ മത്സരത്തെ ബാധിക്കരുത്. ഇല്ല എടുത്തേ, ഇതിനപ്പുറം പ്രതീക്ഷിച്ചാ ഞാൻ വീട്ടിലോട്ട് വന്നത്. എനിക്കറിയാം അമൃതയെടുത്ത് ഇപ്പൊ മനസ്സിൽ കരുതുന്നുണ്ടാവും, ഈ ശകാരമൊക്കെ ഏറ്റുവാങ്ങാൻ എന്തിനാ ശ്യാമ വീണ്ടും വീട്ടിലോട്ട് കയറി വരുന്നെന്ന്. ശരിയല്ലേ? ഞാൻ അങ്ങനെ എടുത്തി, അല്ലാതെ എന്റെ മനസ്സ് കേൾക്കില്ല. എന്റെ കടമയായിപ്പോയി. ശ്യാമയ്ക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ, അല്ലാതെ പറ്റില്ല. എന്റെ സാക്ഷാ കണ്ണിനെ സാക്ഷി നിർത്തി ഞാൻ പറയൂ, ആരും കരുതും പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു ഉറപ്പുണ്ട്. സത്യത്തിന് എന്തായാലും വിലയുണ്ടാവും. അന്ന് ഇപ്പൊ എന്നെ തള്ളി പറയുന്നവര് ഈ ശ്യാമയെ തിരിച്ചറിയും, അത് തീർച്ചയാ. പോട്ടെ. മഹിമയെ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചതേ ഒരു പ്രത്യേക കാര്യം തീരുമാനിക്കാനാ. ഐശ്വര്യ എന്നെ വിളിച്ചപ്പോ ചില സൂചനകൾ തന്നിരുന്നു. അതെ, ഞാൻ കുറച്ചു കാര്യങ്ങളെ മഹിമയോട് പറഞ്ഞിരുന്നു. സീ സിംഗർ ഓഫ് ദ ഇയറില് എന്റെ മാനസ തന്നെ വിൻ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം മാത്രമല്ല, ഇപ്പൊ അതെനിക്കൊരു വാശി കൂടിയാ. അതെ, കോമ്പറ്റീഷൻ അല്ലേ, അപ്പൊ ആ വാശി വേണം.
ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ശരിക്കും എന്റെ മോളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ശ്യാമ മാത്രമാ. ശ്യാമയൊന്ന് ഡിമ്മാക്കാൻ എന്തോ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നത് തന്നെ. ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല, അത് നടപ്പാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ഏറ്റു. ഉറപ്പായിട്ടും മഹിമയ്ക്ക് സിമ്പിളായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഐഡിയ. പക്ഷെ എനിക്ക് സംശയം അതല്ല. എന്റെ മോളെ വിജയിപ്പിക്കാൻ നിങ്ങൾ മൂന്നാളും ഇത്ര റിസ്ക് എടുക്കുന്നത് എന്തിനാ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ശ്യാമയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആവശ്യം. മനസ്സിലായില്ല. എന്നെ പാട്ടിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ചതിച്ചവളാ ശ്യാമ. അതെയോ? അവളെ കണ്ട ഒരു പാവമാണെന്ന് തോന്നുമല്ലോ. അത് വെറും തോന്നല് മാത്രോ? അങ്ങനെ അവള് പാവമായിട്ട് അഭിനയിക്കുന്നതാ. ജഗജില്ലി അവള്. ശരിക്കും ശ്യാമ എന്റെ ബന്ധുവാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുക അവളെ. അങ്ങനെ ഒരു കഥയുണ്ടോ? തീർന്നില്ല. ശ്യാമയുടെ എല്ലാ കഥകളും കേട്ട മഹിമ ഞെട്ടും. ഇനി എന്തായാലും നമ്മൾ പരിചയപ്പെട്ടല്ലോ. സൗകര്യം പോലെ എല്ലാം പറഞ്ഞുതരാം. നമ്മള് 4 ആളും ഇപ്പൊ ശരിക്കും ശ്യാമയുടെ ശത്രുക്കളാ. നമ്മൾ ഒന്നിച്ചു നിന്ന ശ്യാമ മ്യൂസിക് ഷോ സെക്കൻഡ് റൗണ്ടിൽ പാടില്ല. മഹിമയുടെ ആഗ്രഹം പോലെ മാനസ ഫൈനലിൽ ജയിക്കുകയും ചെയ്യും. ഞങ്ങൾ പറഞ്ഞു തരുന്ന ഐഡിയ അത് മഹിമ അങ്ങ് നടപ്പാക്കിയാൽ മതി. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? സി സിംഗർ ഓഫ് ദി ഇയർ സെക്കൻഡ് റൗണ്ടിന് തൊട്ടു മുൻപ് ഞങ്ങൾ മഹിമയെ വിളിച്ചിരിക്കും. ആ ഐഡിയ പറഞ്ഞു തരുകയും ചെയ്യും. എന്നാ അതിപ്പോ പറഞ്ഞൂടെ? ആ ഐഡിയ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞ അതിന്റെ വീര്യം കൂടും. മനസ്സിലായില്ല. ഞങ്ങള് വിശ്വസിക്ക്, എല്ലാം നിങ്ങൾക്ക് ഷോയുടെ അന്ന് ശരിക്കും മനസ്സിലാവും. ഇത് ശ്യാമ ചെയ്താ തെറ്റ്, അങ്ങനെ ഞാൻ പറയൂ. അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയില്ലേ? പിന്നെ എന്തിനാ അമ്മയെ കാണാൻ പോയേ? അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം നടക്കുമല്ലേ, അപ്പോ അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം മേടിക്കണം തോന്നി. എന്തിന്? തന്നെ ഒരിക്കലും അംഗീകരിക്കാത്ത ആ അമ്മയുടെ അനുഗ്രഹം ശ്യാമയ്ക്ക് എന്തിനാ? എന്താ അതിന്റെ ആവശ്യം? അങ്ങനെ ഒരു അനുഗ്രഹം തനിക്ക് വേണ്ട. അമ്മ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. എന്തായാലും ഞാൻ ആ സന്ദർഭത്തിൽ വീട്ടിൽ ചെന്നത് നന്നായില്ലേ? അവിടെ വീണെടുക്കുന്ന അമ്മയുടെ അടുത്ത് ശ്രീകുട്ടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യസമയത്ത് നമുക്കമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പറ്റിയില്ലേ? അതല്ലേ സർ വലിയ കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.